മൈക്രോഗ്രീൻസ് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഗ്രോ ചെയ്യാന്നുള്ളതാണ്. ഈ മൈക്രോഗ്രീൻസ് എന്ന് പറഞ്ഞപ്പോൾ ചിലർക്കൊരു സംശയം വന്നതാണ്, എന്താണ് ഈ മൈക്രോഗ്രീൻസ്? വളരെ സിമ്പിളാണ്, ഒന്നുമില്ല, നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന പണിയൊക്കെ തന്നെ. ഈ പയറ് വർഗ്ഗങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ മുളപ്പിച്ചൊക്കെ കഴിക്കാറില്ല. അതിൻ്റെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടും ന്യൂട്രീഷ്യസ് ആയിട്ടും ഓർഗാനിക് ആയിട്ടും എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ അടുത്ത് നിങ്ങളുടെ ഒരു സംശയം, ഇത് എന്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ്, റോ ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. സോ അത് നമ്മുടെ സാലഡ്സിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കുക അതിൻ്റെ മുകളിലൊരു ടോപ്പിംഗ് ആയിട്ട് ഗാർണിഷ് ആയിട്ട് ഉപയോഗിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ദോശ ബാറ്റർ, ഇഡ്ഡലി ബാറ്ററിലൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ചുകൂടെ, അപ്പോൾ ടേസ്റ്റ് നമുക്കധികം പെട്ടെന്ന് പിടിയിട്ടില്ല. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പറ്റിച്ചൊക്കെ കൊടുക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് മൈക്രോഗ്രീൻ ഗ്രോ ചെയ്യുന്നത്. വേറെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാ വീട്ടിലും അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ സ്പേസ് കൺസ്ട്രെയിൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇത് നമ്മുടെ കിച്ചണിൻ്റെ ഒരു വർക്ക് ഏരിയയിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ പോലും ചെയ്യാൻ പറ്റുന്നതാണ്. ഓഫീസിൽ അലൗഡ് ആണെങ്കിൽ നമ്മുടെ ടേബിൾ ടോപ്പിൽ തന്നെ ജസ്റ്റ് ഇത് ഗ്രോ ചെയ്തെന്ന് വെക്കാൻ പറ്റും. അതുകൊണ്ട് സോയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡേർട്ടി ആവില്ല. അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ സോയിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു അട്രാക്ഷൻ. സോ അപ്പോൾ ഇതിന് വേണ്ടത് എന്തൊക്കെയാണ്? വീട്ടിൽ തന്നെ കിട്ടാവുന്ന സാധനങ്ങളേ ഉള്ളൂ. യൂഷ്വലി ഇത് എല്ലാവരും ഗ്രോ ചെയ്യുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ത്രോ അവേ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഉണ്ടാവില്ലേ, അതിലാണ് സാധാരണ ചെയ്തത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് സാധാരണ ഒരു തെർമോക്കോളിൻ്റെ ഒരു കണ്ടെയ്നറും ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റും, ഇത്രയും മതി. എന്ത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ, ലൈക്ക് ഇനി പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് എന്താണ് നിങ്ങളുടെ കിച്ചണിൽ അല്ലെങ്കിൽ വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത്, അത് വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഇതിന് ആവശ്യമുള്ളത്, ഇത് നമ്മൾ സോയിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്താ നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പറാണ് ഇതിൽ ലെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. ആദ്യം ഒരു ലെയർ ടിഷ്യൂ വെച്ചു. എൻ്റെ പ്ലേറ്റ് കുറച്ച് വലുതായതുകൊണ്ട് ഫുൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂവും കൂടെ വെച്ചു. കുറച്ചുകൂടെ വേക്കൻറ്റ് സ്പേസ് എനിക്ക് കാണാം. സോ ഫുൾ കവർ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഈ ഒരു സ്പേസാണ് നമ്മൾ ഗ്രോ ചെയ്യാൻ പോണത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യണം. ടിഷ്യൂസ് എടുക്കുക, ആവശ്യമുള്ള അത്ര മാത്രം സ്പേസിൽ ഫോൾഡ് ചെയ്ത് വെക്കുക. ഒരു ലെയറും കൂടെ ടിഷ്യൂ വെക്കാം. രണ്ട് കണ്ടെയ്നേഴ്സിലും ആവശ്യത്തിനുള്ള ടിഷ്യൂ പേപ്പർ ഒക്കെ സ്പ്രെഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടും കുറച്ച് മോയിസ്റ്റ് ആക്കണം. അതായത് വെള്ളം കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക, സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അധികം വേണ്ട, ജസ്റ്റ് കൈ കൊണ്ട് ഇതേപോലെ. ഈ കണ്ടെയ്നറിലും അതേപോലെ ചെയ്യാം. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സീഡ്സ് എന്ന് പറഞ്ഞാൽ കടുകും ഉലുവയാണ്. മസ്റ്റർഡ് സീഡ്സ്, ഫെനുഗ്രിക് സീഡ്സ്. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പുറത്ത് പോയിട്ട് വേറെ ഒന്നും മേടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഈ രണ്ട് സാധനമാണ്. നമ്മൾ എന്നും കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഇതെന്തായാലും കാണും. നമ്മൾ ആദ്യം കടുക് എടുക്കുന്ന ട്രേയിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഫെനുഗ്രീക് സീഡ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഉലുവ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ മുടിക്കാണെങ്കിലും ബോഡി ഓൺ ദ ഹോൾ എല്ലാത്തിനും വളരെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ഉലുവ എന്ന് പറയുന്നത്. ഉലുവ ചീരയൊക്കെ എല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്പ്രൗട്ടിലൂടെ നമുക്ക് നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് കുറച്ചുകൂടെ ഹെൽത്തിയാണ്. ഒന്നുകൂടെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുക്കാം. രണ്ടിലും ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. സോ ഇത് രണ്ടും നമ്മൾ ഫസ്റ്റ് ഒരു 3 to 4 days ഏതെങ്കിലും ഒരു ഡാർക്ക് സ്പേസിൽ മാത്രം വെക്കുക. സൺലൈറ്റ് തീരെ കൊള്ളരുത്. ഒരു 4th day ആകുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് തളിരൊക്കെ വന്ന് സ്പ്രൗട്ട് ചെയ്യാൻ തുടങ്ങി കാണും. അതിനുശേഷം സൺലൈറ്റിൽ വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അപ്പോഴും വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യാൻ മറക്കരുത്. ഒരു 7 daysനുള്ളിൽ എന്തായാലും നല്ല ഗ്രോത്ത് ഇതിൽ കാണാൻ പറ്റും. നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടും ന്യൂട്രീഷ്യസ് ആയിട്ടും നമുക്ക് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ മാറ്റം കൊണ്ടുവരും. ആദ്യം തന്നെ എടുത്തു വയ്ക്കുന്നത് ഒരു ഡാർക്ക് സ്പേസിലേക്കായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഒരു 3 to 4 days സൺലൈറ്റ് തീരെ കൊള്ളിക്കരുത്. അപ്പോൾ എവറി ഓൾട്ടർനേറ്റ് ഡേ, ഇന്ന് മുതൽ എവറി ഓൾട്ടർനേറ്റ് ഡേ ഞാൻ ഇതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് ഗ്രോ ആവുന്നുണ്ട്, എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇതിന് ഗ്രോത്ത്, എത്രത്തോളം ഡെവലപ്പ് ആയിരുന്നല്ലോ. ഹായ് എവരിവൺ. സോ ഒരു 3 days മുന്നേ നമ്മൾ കുറച്ച് സ്പ്രൗട്ട് ചെയ്യാനായിട്ട് കടുക് അല്ലെങ്കിൽ മസ്റ്റർഡ് സീഡ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 3 ദിവസത്തിനുള്ളിൽ ചെറിയ ഷൂട്ട്സ് അല്ലെങ്കിൽ ഗ്രോത്ത് കാണാൻ പറ്റുന്നുള്ളത്. നമ്മൾ ഓർക്കണം, ഇത് നമ്മൾ ഡാർക്ക് സ്പേസിലാണ് വെച്ചത്, തീരെ സൺലൈറ്റ് കൊള്ളിക്കാതെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നോക്കിയേ ഗ്രോത്ത് നോക്കൂ, എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ ഇത് കാണാനായിട്ട്. ഇന്ന് മുതൽ ഇനി ഇതിനെ ഞാൻ കുറച്ച് സൺലൈറ്റിലാണ് വെക്കാൻ പോണത്. ഫുൾ ഒരു ഗ്രോത്ത് വരാനായിട്ട് ഒരു 4 days കൂടെ വെയിറ്റ് ചെയ്താൽ മതി, നമുക്കത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഹായ് എവ്രി വൺ. സോ നമ്മൾ ലാസ്റ്റ് നമ്മുടെ മൈക്രോഗ്രീൻസ് ഉണ്ടായത് ജസ്റ്റ് സ്പ്രൗട്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അതാണ് നമ്മൾ ലാസ്റ്റ് കണ്ട വീഡിയോ. ഇപ്പം അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞു. ഇപ്പം ഇതിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് കാണണ്ടേ? ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, കുറേ മസ്റ്റർഡ് സീഡ്സ് വന്നിട്ടുണ്ട്. ലീവ്സ് കാണാം, നല്ലോണം വളർന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടും വന്നിട്ടുണ്ട്. സോ ഇന്ന് ഞങ്ങളിത് ഞങ്ങളുടെ സാലഡിൽ യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ വീഡിയോ ചെയ്ത് കാണിക്കാൻ വെച്ചു. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്തവരുടെ ഏകദേശം ഇത്രയൊക്കെ തന്നെ ആയിക്കാണെന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചെയ്തു നോക്കാം. ബൈ.